ഇപ്പം നമ്മുടെ എല്ലാവരും നമ്മുടെ സ്കിൻ കെയറിൽ ഉൾപ്പെടുത്തുന്നതാണ് സിറം അല്ലേ? സിറം അത്യാവശ്യമാണോ എന്ന് ചോദിച്ചാൽ ഇപ്പോഴത്തെ പൊല്യൂഷൻ, സ്ട്രെസ്, ഇപ്പോഴത്തെ ജീവിത ശൈലി അനുസരിച്ച് നമുക്ക് സ്കിൻ കെയർ ഒരുപാട് മാറ്റം കൊണ്ടുവരാനായിട്ടുണ്ട് അല്ലേ? അപ്പോൾ സിറം അത്യാവശ്യമാണോ എന്ന് ചോദിച്ചാൽ അത്യാവശ്യം തന്നെയാണ്. ഒരു ഏജ് കഴിഞ്ഞാൽ നമുക്കൊരു സിറം സ്കിൻ കെയർ ചെയ്യുന്നവർക്ക് അത്യാവശ്യം തന്നെയാണ്. നമ്മുടെ പ്രോബ്ലംസ് അറിഞ്ഞിട്ട് അതിനൊരു സിറം നമുക്ക് പരിഹാരമായിട്ട് ഉപയോഗിക്കാം. ഇപ്പം ഞാൻ പറയുന്നത്, നമ്മളൊരു മാർക്കറ്റിൽ പോവുകയാണെങ്കിൽ ഒരു 4+ ഉള്ള, നമ്മൾ ഓൺലൈൻ നോക്കുമ്പോൾ ഒരു 4+ അല്ലെ 5+ ഒക്കെ നോക്കുവാണെങ്കിൽ അതിന് ഒരു 500 കൂടുതലേ ഉള്ളൂ. 500 താഴെയുള്ള ഒരു സിറം നമുക്ക് വാങ്ങിക്കാൻ കിട്ടത്തില്ല ഇല്ലേ? ഉണ്ടായിരിക്കാം, പക്ഷെങ്കിൽ നമ്മൾ ഈ എല്ലാവരും ഉപയോഗിച്ച് നല്ല ഫീഡ്ബാക്ക് ഉള്ളത് നോക്കുമ്പോൾ അതിന് റേറ്റ് കൂടുതലായിരിക്കും. നമുക്ക് വീട്ടിൽ തന്നെ നാച്ചുറലായി ഒരു കെമിക്കലും ഇല്ലാതെ ഒരു സിറം നമുക്ക് നല്ലതായിട്ട് നമ്മുടെ സ്കിന്നിന് വളരെ പ്രയോജനമുള്ള ഒരു സിറം നമുക്ക് ഇന്ന് DIY മേക്ക് ഉണ്ടാക്കാം, വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. ഹായ്, ഹലോ, കുക്കു മിന്നു മൈ പെറ്റ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ മറക്കരുത്. ഞാൻ കൊണ്ടുവരുന്ന ടോപ്പിക്ക് നിങ്ങൾക്ക് ഉപകാരപ്രദമാവുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടി തരാനായിട്ട് മറക്കരുത്. ഞാൻ ഇന്ന് ഉണ്ടാക്കുന്ന സിറം വൈറ്റമിൻ C സിറമാണ് ഞാൻ ഉണ്ടാക്കുന്നത്. നമ്മൾ എന്തിനാ വൈറ്റമിൻ C സിറം ഫേസിലിടുന്നത്? നമ്മുടെ സ്കിന്നൊന്ന് ബ്രൈറ്റനായി, ഡാർക്ക് സ്പോട്ട് മാറി, പിഗ്മെന്റേഷനൊക്കെ മാറി ഒരു ഗ്ലോ കിട്ടാനും, അതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ കൊളാജിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടാനും, അതുവഴി നമ്മുടെ സ്കിന്നൊന്ന് ഈവൻ സ്കിൻ ആക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ വൈറ്റമിൻ C സിറം ഉപയോഗിക്കുന്നത്. അപ്പം നമുക്ക് ഒരു കെമിക്കലും ഇല്ലാതെ, ഒരു സൈഡ് എഫക്റ്റും ഇല്ലാതെ ഒരു DIYയുടെ ഒരു വൈറ്റമിൻ C സിറം നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം. അത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഇതുപോലുള്ള ഒരു ഓറഞ്ച് എടുത്തിട്ട് നമ്മൾ ആ ഓറഞ്ചിൻ്റെ തൊലി റൂം ടെമ്പറേച്ചറിൽ വെച്ചൊന്ന് ഡ്രൈ ആക്കണം. തൊലി എടുത്തിട്ട് റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ട് ഒന്ന് ഡ്രൈ ആയതിനു ശേഷം നമ്മൾ വൈകിട്ട് ഞാൻ ഇതുപോലെ റോസ് വാട്ടറിൽ ടിപ്പ് ചെയ്ത് ഒരു രാത്രി ഫുള്ള് നമ്മൾ വെച്ചു. ഇനി നമുക്കിത് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് അരച്ചെടുക്കണം. നമുക്കൊരു ഫൈനായിട്ട് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കുറേശ്ശെ ആയിട്ട് അരിച്ചെടുക്കണം. ഇതിപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ നേരം നമുക്ക് വൈറ്റമിൻ C എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് നമ്മൾ ഉണ്ടാക്കുന്ന നേരം നമ്മൾ ഒന്നും കൂടെ അരിക്കും, കാരണം ഒരു തരി പോലും അതിൽ കാണാൻ പാടില്ല. കണ്ടോ, ഇത്രയും ജ്യൂസായിട്ട് നമുക്ക് തിക്ക് ജ്യൂസായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ അകത്ത് എന്തൊക്കെ ആഡ് ചെയ്യേണ്ടതെന്ന് ഞാൻ വിശദമായിട്ട് നമുക്ക് കാണിച്ചു തരാം. ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന നമുക്ക് വൈറ്റമിൻ C സിറം ഉണ്ടാക്കാനായിട്ട് മെയിനായിട്ട് വേണ്ടത് നമ്മളിങ്ങനെ തയ്യാറാക്കിയെടുത്ത ഈ ലിക്വിഡാണ്. മനസ്സിലായോ? ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് ആഡ് ചെയ്യേണ്ടതെന്നും കൂടി നമുക്ക് നോക്കാം. അപ്പം നമുക്ക് ഇതുപോലെ ക്ലീൻ ബൗൾ എടുക്കാം. ഇതല്ലേ നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഓറഞ്ചിൻ്റെ പീലിൻ്റെ റോസ് വാട്ടറിൽ കുതിർത്ത് വെച്ച് അരച്ച് അതിൻ്റെ ജ്യൂസാണിത്. ഇത് നമ്മളൊരു 3 ടീസ്പൂൺ ഒഴിക്കുകയാണ്. പിന്നെ നമുക്ക് കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു കൊടുക്കാം. പിന്നെ അടുത്തതായിട്ട് ഇതിൽ വേണ്ടിയത് നമുക്ക് അലോവേര ജെല്ലാണ്. ഞാനിവിടെ ഉപയോഗിക്കുന്നത് വിഷ് കെയറിൻ്റെ അലോവേര ജെല്ലാണ്. ഇത് നമുക്ക് 1 ടീസ്പൂൺ, പിന്നെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ബാക്കി ലിക്വിഡ് എടുത്തിട്ട് ബാക്കി നമുക്കിടാം. ഇത് 1 ടീസ്പൂൺ അലോവേര ജെൽ നമ്മൾ എടുക്കുകയാണ്. നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ അകത്തോട്ട് നമുക്കിനി അടുത്തതായിട്ട് ഒഴിക്കാനുള്ളത് ഗ്ലിസറിനാണ്. ഗ്ലിസറിൻ നമുക്ക്
വെച്ച് കൊടുക്കാം. ഗ്ലിസറിൻ നമ്മുടെ ഫേസിനൊരു നല്ലൊരു മോയ്സ്ചറൈസർ കൊടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി നമുക്കിതിൻ്റെ അകത്തോട്ട് 2 വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂളും കൂടെ ഒഴിച്ചു കൊടുക്കാം. ശരിക്കും നമുക്ക് ഒരുപാട് നല്ല നമ്മുടെ സ്കിന്നിന് ഒരുപാട് ഗുണങ്ങൾ കിട്ടും. ഈ സിറം നമുക്ക് ഉപയോഗിക്കുമ്പോൾ നമുക്കൊരു സിറത്തിൻ്റെ ആ ഒരു തിക്നെസ്സോട് കൂടി നമുക്ക് ഇത് കണ്ടോ കിട്ടി. ഞാനിപ്പം പറഞ്ഞല്ലോ, നമുക്ക് ഞാനൊരു 1 മാസം വരെ നമുക്ക് ഞാൻ ഈ ബോട്ടിലിൽ കൊള്ളാവുന്നതാണ് ഒഴിച്ചിരിക്കുന്നത്. നമ്മുടെ രാവിലെയും വൈകിട്ടും ഫേസ് വാഷ് ചെയ്ത് നമ്മളൊരു ഫേസ് ക്ലെൻസ് ചെയ്തതിന് ശേഷം നമ്മളൊരു ടോണർ അപ്ലൈ ചെയ്യണം. അത് കഴിഞ്ഞ് അതൊന്ന് നമ്മുടെ ഫേസിൽ പിടിച്ചതിന് ശേഷം നമുക്ക് ഈ സിറം അപ്ലൈ ചെയ്ത് കൊടുക്കാം. സിറം അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു മോയ്സ്ചറൈസർ ഇടുക, സൺസ്ക്രീൻ ഇടണം കേട്ടോ. അതിന് ഒരു മാറ്റം വരാൻ പാടില്ല. അപ്പം നിങ്ങൾ കണ്ടല്ലോ, ശരിക്കും നല്ലൊരു സിറം നമ്മളിവിടെ ഉണ്ടാക്കിയെടുത്തു. നമുക്കിതുപോലൊരു ബോട്ടിലിൽ നമുക്കിത് എന്നിട്ട് എന്നും രാവിലെയും വൈകിട്ടും ഇട്ടാലും, രാവിലെ പുറത്ത് പോവുകയാണെങ്കിൽ സൺസ്ക്രീൻ ഇടാൻ മറക്കരുത്. നമ്മളിങ്ങനെ ഒരു 2 ഡ്രോപ്സോ 3 ഡ്രോപ്സോ എടുത്തിട്ട് നമ്മുടെ ഫേസിലൊന്ന് നമുക്ക് അപ്ലൈ ചെയ്യാം. അതിനുശേഷമേ നമ്മൾ വീട്ടിൽ നിൽക്കുന്നവരാണെങ്കിൽ മോയ്സ്ചറൈസർ ക്രീമോ സൺസ്ക്രീമോ ഒക്കെ നമുക്കിതൊന്ന് ഫേസിന് പിടിച്ചതിന് ശേഷം നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. നമുക്ക് വലിയ കോസ്റ്റ് ഇല്ലാതെ, എന്തെങ്കിലും ഒരു കെമിക്കലും ഇല്ലാതെ നാച്ചുറലായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വൈറ്റമിൻ സി സിറമാണ് ഇത്. നമ്മൾ വീട്ടിൽ ഉണ്ടാക്കിയതാണ്. ഇതിന് നമുക്ക് അത്ര ബെസ്റ്റ് റിസൾട്ട് കിട്ടത്തില്ലെന്ന്, പക്ഷെ ശരിക്കും നിങ്ങൾ ഉപയോഗിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ബെസ്റ്റ് റിസൾട്ട് തന്നെ കിട്ടും. നിങ്ങളൊന്ന് ഒരു 7 ഡേയ്സ് അല്ലെങ്കിൽ 7 ഡേയ്സ് നമുക്ക് ഉപയോഗിക്കുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ ആ ഒരു ഗ്ലോ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ഇതിൻ്റെ അകത്ത് എല്ലാം ചേർത്തിരിക്കുന്ന നല്ല സാധനം തന്നെയാണ്. റോസ് വാട്ടറാണ്. ഒരു തുള്ളി പോലും വെള്ളം നമ്മൾ ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ റോസ് വാട്ടറും വൈറ്റമിൻ ഇയും അലോവേര ജെല്ലും, പിന്നെ നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും എസൻഷ്യൽ ഓയിൽ ഉണ്ടെങ്കിൽ സ്മെല്ലിനും നമുക്കിതിൻ്റെ അകത്ത് എക്സ്ട്രാ ആഡ് ചെയ്യാം. പിന്നെ റോസിപ്പ് ഓയിലാണെങ്കിലോ ഹൊഹോബ ഓയിലാണെങ്കിലോ പിന്നെ ആൽമണ്ട് ഓയിലോ പിന്നെ അവക്കാഡോ ഓയിലോ പിന്നെ എന്നതാ നമ്മുടെ ഗ്രേപ്സ് ഓയിലോ ഏത് ഓയിൽ വേണേലും ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യാം. വൈറ്റമിൻ ഇ മാത്രം മതി എന്നൊന്നുമില്ല കേട്ടോ. ഏതാണോ നമ്മുടെ കയ്യിലുള്ളത് നമുക്ക് ആഡ് ചെയ്യാം. ഓക്കെ, ഇതെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് ഉറപ്പായിട്ടും അറിയാം. നമുക്ക് വീട്ടിലുള്ളവർക്ക് ഉണ്ടാക്കി വെക്കാൻ പറ്റിയ ഒരു സിറമാണിത്. അതും നമ്മുടെ ഫേസിന് ബെസ്റ്റ് ആയിട്ടുള്ളതാണ് വൈറ്റമിൻ സി സിറം. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ കൈയുടെ ഇവിടെയോ ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് വേണം നമ്മളിത് ഉപയോഗിക്കാനായിട്ട്. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് ഇതൊന്നും എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിന്റെ റിസൾട്ട് എന്നെ അറിയിക്കണം കമന്റ്സിലൂടെ. ഓക്കെ, നമുക്കൊരു ഒരു കാര്യം മറന്നുപോയി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ബെല്ലൈക്കണും കൂടെ അമർത്തിയാലേ ഞാനിടുന്ന പുതിയ വീഡിയോ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അതും കൂടെ ഒന്ന് ചെയ്തേക്കണം ഇഷ്ടപ്പെടുവാണെങ്കിൽ, നിങ്ങൾക്ക് പ്രയോജനപ്പെടുവാണെങ്കിൽ. ഓക്കെ, നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.